നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ പ്രമേയമാക്കി പൂക്കളമിട്ടവർക്കെതിരെ കേസെടുത്തു പോലീസ്. ശാസ്താംകോട്ട സ്വദേശിയും മുൻ സൈനികനുമായ ശരത്തിനെ ഒന്നാം പ്രതിയും നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്ന അശോകനെ രണ്ടാം പ്രതിയുമാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയും കേസെടുത്തു. വിചിത്രമെന്ന് പറയട്ടെ, കലാപശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് പൂക്കളം ഒരുക്കിയവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്കില്ലാതെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പൂക്കളത്തിൽ കാവി കൊടിവെച്ച് കലാപം സൃഷ്ടിക്കുവാനാണ് ശ്രമിച്ചതെന്നാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. പൂക്കളത്തിന് 50 മീറ്റർ അകലെ വച്ചിരിക്കുന്ന ഛത്രപതി ശിവജി മഹാരാജിന്റെ ഫ്ലക്സിന്റെ വിവരങ്ങളും ഈ എഫ്ഐആറിലുണ്ട്. രാഷ്ട്രീയ സ്വാധീനത്താലാണ് പോലീസിന്റെ പ്രതികാര നടപടിയെന്നാണ് വ്യക്തമാകുന്നത്. CPM കോൺഗ്രസ് നേതാക്കളാണ് ക്ഷേത്ര കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. കൊല്ലം ശാസ്താംകോട്ട മുതുപിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലായാണ് ഓപ്പറേഷൻ സിന്ദൂർ പ്രമേയമാക്കി പ്രദേശത്തെ യുവാക്കൾ പൂക്കളം ഒരുക്കിയത്. പിന്നാലെ പൂക്കളം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. പൂക്കളം ഉടൻ മാറ്റിയില്ലെങ്കിൽ കേസെടുക്കുമെന്നും യുവാക്കളെ ഭീഷണിപ്പെടുത്തി. എന്നാൽ പൂക്കളം മാറ്റില്ല എന്ന നിലപാടിൽ യുവാക്കൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. പോലീസ് ആക്രോശത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി പ്രചരിക്കുകയാണ്. വിഷയത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ ശക്തമായ പ്രതിഷേധമുയർത്തി. പൂക്കളത്തിന്റെ ഡിസൈനിംഗ് പോലും പോലീസിനെ കാണിച്ച് അനുമതി വാങ്ങണമെന്ന അവസ്ഥ സമൂഹത്തിന്റെ ഭയത്തിന്റെ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നതെന്ന് BJP ചൂണ്ടിക്കാട്ടി. കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്തപ്പൂക്കളം ഇട്ടതെന്നാണ് എഫ്ഐആർ. ക്ഷേത്ര പരിസരത്ത് കൊടി തോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും കെട്ടുന്നത് കോടതി നിരോധിച്ചിട്ടുണ്ട്. ഇതിന് വിപരീതമായി ക്ഷേത്ര കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ പ്രധാന വഴിയിൽ അത്തപ്പൂക്കളം ഇട്ടു എന്നാണ് എഫ്ഐആർ. ക്ഷേത്രത്തിൽ നിന്നും 50 മീറ്റർ മാറിയുള്ള ഭാഗത്ത് ഛത്രപതി ശിവജിയുടെ ചിത്രം വച്ചതും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലെ പകയുണ്ടാകാൻ കാരണമായി എന്നാണ് ആരോപണമുയർന്നത്. ഇത് കലാപശ്രമത്തിന്റെ പരിധിയിൽ പോലീസ് കൊണ്ടുവരുന്നുണ്ട്. RSSന്റെ കൊടിയെന്ന് സൂചിപ്പിക്കുന്ന വിധം പൂക്കൾ കൊണ്ട് കൊടി ഉണ്ടാക്കിയെന്നും എഫ്ഐആറിലുണ്ട്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയുന്നുമില്ല. എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് മായ്ക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്നാണ് RSS പറയുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കൾ കൊണ്ട് എഴുതിയത് മാറ്റണമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രവിരോധികളുടെ പ്രതിനിധിയെന്നാണ് മുൻ DGP TP സെൻകുമാർ വ്യക്തമാക്കിയത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഏതവൻ പറഞ്ഞാലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കൾ കൊണ്ട് എഴുതിയത് മാറ്റണമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഭരണഘടനയെയോ നിയമത്തെയോ അല്ല പ്രതിനിധാനം ചെയ്യുന്നത്, രാഷ്ട്രവിരോധികളെയാണെന്നാണ് സെൻകുമാർ പറഞ്ഞത്. കൊല്ലം ശാസ്താംകോട്ട മുതുപിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ വിവാദമായൊരു സംഭവം ഉണ്ടായത്. ക്ഷേത്രത്തിന് മുന്നിലെ വഴിയിൽ പ്രദേശത്തെ യുവാക്കളാണ് പൂക്കളമിട്ടത്. ഈ പൂക്കളത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കൾ കൊണ്ട് തന്നെ എഴുതിയതും. അതിനാൽ പൂക്കളം നീക്കണമെന്നാണ് ഈ പോലീസ് ആവശ്യപ്പെട്ടത്. മാറ്റിയില്ലെങ്കിൽ കേസെടുക്കുമെന്നായിരുന്നു പോലീസ് ഭീഷണി. CPMകാർ അംഗങ്ങളായ ക്ഷേത്ര കമ്മിറ്റിയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തിനെതിരെ പരാതി നൽകിയതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. പോലീസിന്റെ ഈ നടപടിയിൽ സംസ്ഥാനത്താകെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വലിയൊരു തരത്തിലാണ് ചർച്ചകളിലേക്ക് വഴിതെളിക്കുന്നത്. ആനപ്പുറത്ത് ഹമാസ് ഹിസ്ബുള്ള തീവ്രവാദികളുടെ ബാനറുകളുമായി തൃത്താലയിൽ ഉറൂസ് അരങ്ങേറിയപ്പോൾ പോലീസുകാർക്ക് ഒന്നും തോന്നിയില്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രധാന ചോദ്യം. ഓടപ്പൂക്കളത്തിൽ തീവ്രവാദികൾക്കെതിരെ ഭാരതം നേടിയ നിർണായകമായ ഒരു വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഡിസൈൻ കൊടുത്തപ്പോൾ ഇടപെടുന്ന പിണറായി പോലീസ് എന്ത് സൂചനയാണ് തരുന്നത്? ഈ നാട്ടിൽ ജിഹാദികൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടെന്നല്ലേ? അത് പച്ചവെളിച്ചം പോലീസ് സേനയെ ആകെ ഗ്രസിച്ചു എന്നാണോ എന്നും സോഷ്യൽ മീഡിയയിൽ ചോദ്യമുയർന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് നടപടി എന്ന് പറയപ്പെടുന്നു. പോലീസ് അവിടേക്കെത്തി മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. മാറ്റില്ലെങ്കിൽ കേസെടുക്കുമെന്നാണ് പോലീസ് യുവാക്കളെ ഭീഷണിപ്പെടുത്തിയത്. അത്തപ്പൂക്കളം ഇടുന്നതിനെതിരെ ക്ഷേത്ര ഭരണസമിതിയാണ് പരാതി നൽകിയതെന്നും ഈ പറഞ്ഞതായ റിപ്പോർട്ടുകളിലുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലെ വഴി പ്രദേശത്തെ യുവാക്കളായിരുന്നു ഈ പൂക്കളം ഇട്ടത്. പൂക്കളത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത്. ഇത് നീക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. അത്തപ്പൂക്കളം ഇടാൻ ഇനി പൂക്കളുടെ ഡിസൈന്റെ ഒരു ലിസ്റ്റ് ആദ്യം മേമാന്മാർക്ക് അയച്ച് അപ്രൂവൽ വാങ്ങണോ എന്ന് പ്രതികരിച്ച് BJP നേതാവ് യുവരാജ് ഗോകുലും രംഗത്തെത്തിയിരുന്നു. ഓണപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയാൽ പോലീസ് കേസെടുക്കുമത്രേ. എന്നാൽ പിന്നെ പൂക്കളുടെ ഡിസൈന്റെ ഒരു ലിസ്റ്റ് ആദ്യം മേമാന്മാർക്ക് അയച്ച് അപ്രൂവൽ വാങ്ങാം. പോയി നേരെ പണി നോക്ക് സാറന്മാരെ എന്നാണ് യുവരാജിന്റെ ഫേസ്ബുക്ക് പ്രതികരണം.